ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം. നിന്റെ പ്രവൃത്തികൾ പൂർണ്ണതയുള്ളതായി ഞാൻ കാണുന്നില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറയുകയാണ്. പൂർണ്ണതയുള്ള പ്രവൃത്തി, ഏത് പ്രവൃത്തിയാണ് പൂർണ്ണതയുള്ള പ്രവൃത്തി ആയിട്ടുള്ളത്? ഒരു പ്രവൃത്തിക്കും അതിൻ്റേതായിട്ടുള്ള പൂർണ്ണത ഇല്ല എന്ന് പറയുന്ന ഒരു തത്വം കേട്ടാണ് നാം വളരുന്നത്. എന്നാൽ പ്രിയരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഹിതം ഇവിടെ നാം വായിക്കുകയാണ്. നാം പൂർണ്ണതയുള്ളവരായിരിക്കണം, നാം തികവുള്ളവരായിരിക്കണം എന്ന് അവൻ പറയുന്നു. എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു നാം തികവുള്ളവരായിരിക്കണം, പൂർണ്ണതയുള്ളവരായിരിക്കണം എന്ന് പറയുവാൻ കാരണം? എബ്രായ ലേഖനം 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. സൽഗുണപൂർത്തി വരുത്തും എന്നല്ല, ശ്രദ്ധിക്കുക, സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. നമുക്കാർക്കും തന്നെ സ്വമേധയാ നമ്മുടെ പ്രവർത്തനങ്ങളാൽ, നമ്മുടെ നന്മ പ്രവൃത്തികളാൽ, മറ്റെന്തെങ്കിലും വിധത്തിൽ ദൈവത്തിന് മുൻപിൽ സൽഗുണ പൂർത്തിയുള്ളവരായി നിൽക്കുവാൻ സാധ്യമല്ല. എന്നാൽ ക്രിസ്തു യേശുവിൽ അവൻ നമ്മെ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നാം സൽഗുണപൂർത്തിയുള്ളവരായിരിക്കണം എന്ന് ആഗ്രഹിക്കുവാൻ കാരണം അവൻ കുരിശിൽ ചെയ്ത പ്രവൃത്തിയിലൂടെ നമ്മെ ഓരോരുത്തരെയും അവൻ സൽഗുണ പൂർണ്ണരായി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നാം എന്താണ് ഇനി ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതം, ഈ ക്രിസ്തീയ ജീവിതം ഒരു വിശ്വാസ ജീവിതമാണ്. അവൻ്റെ വചനങ്ങളെ കേട്ട്, അവൻ ചെയ്ത കാര്യങ്ങളെ ഓർത്ത്, അവൻ്റെ ഹിതം കാത്ത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ആത്മാവിൽ നിറഞ്ഞ് വചനം മനസ്സിലാക്കി നാം ജീവിക്കുമ്പോൾ അത് വിശ്വാസ ജീവിതമാണ്. അവൻ എനിക്കായി സകലതും ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് സൽഗുണ പദവി അടയേണ്ടതില്ല. വിശ്വസിക്കുക, കർത്താവ് എനിക്കായി സകലതും ചെയ്തിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ മറഞ്ഞ് ഇവിടെ ഈ ഭൂമിയിൽ ഞാനൊരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കും.